ടു കണ്ടായിട്ട് വ്ളോഗ്സ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തമ്പനയിൽ കണ്ട പോലെ തന്നെ ചന്ദനത്തിരി വെച്ചിട്ടുള്ള നല്ല കുഞ്ഞു കുഞ്ഞു ടിപ്പുകളാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു സൂത്രപ്പണികൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മുടെ അതിൽ കണ്ട പോലെ പല്ലീനെയും പാറ്റേനെയും മുറുമ്പിനെയും ഒക്കെ നമ്മളിന്ന് തുരത്താൻ പോകണം ഇത് വെച്ചിട്ട്. എങ്ങനെയാണെന്നല്ലേ? അപ്പോൾ ഇതാ വേഗം നോക്കിക്കോ. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് വയ്ക്കും, നിലവിളക്കൊക്കെ കൊളുത്തി വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കും. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കൊതുകിനെയൊക്കെ ഓടിക്കാനായിട്ട് കുന്തിരിക്കത്തിൻ്റെ സ്റ്റിക്ക് ഉണ്ട്, അങ്ങനെ പല പല തിരികൾ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 മിനിറ്റ് നേരം കൂടി വന്നിരിക്കുള്ളൂ അല്ലേ, അത് പെട്ടെന്ന് തീർന്നു പോകും. അപ്പം അങ്ങനെ തീരാണ്ടിരിക്കാനുള്ള കുഞ്ഞു ടിപ്പാണ് കേട്ടോ. ഒരു ഇത്തിരി വെള്ളം എടുക്കുക, നമ്മുടെ ഈ 3 വിരലിലൊന്ന് വെള്ളത്തിൽ നമ്മുടെ വിരലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ആ വെള്ളം ഇങ്ങനെ ചന്ദനത്തിരിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ആക്കി വയ്ക്കുക. ചന്ദനത്തിരി മൊത്തം വെള്ളം ഒഴിച്ച് കുതിർക്കരുത് കേട്ടോ, ആ കൈമാകുന്ന ആ വെള്ളം മാത്രം മതി. അപ്പം നമ്മുടെ തിരി ലേശം ഈർപ്പം പോലെ വരും. അങ്ങനെ വന്നിട്ട് നമ്മൾ എന്താ കത്തിച്ച് വെക്കണം. അപ്പോൾ ഇതാ നമ്മൾ കത്തിക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ 15 മിനിറ്റ് നേരം കത്തുന്നത് നമുക്കൊരു അരമണിക്കൂർ വരെ കത്തിക്കിട്ടും കേട്ടോ. സംഭവം ചെയ്ത് നോക്കി സക്സസ്ഫുൾ സാധനമാണ് കേട്ടോ. എന്നുവെച്ചാൽ ആ ഈർപ്പുള്ളാനം പെട്ടെന്ന് ഇതങ്ങ് കത്തി അങ്ങ് തീരില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ കൊതുകിനെ ഓടിക്കുന്ന തിരികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ സംഭവം, കുറച്ചധികം നേരം ഇരിക്കില്ലേ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തേക്കോ, സംഭവം നല്ല സൂപ്പറാണ്. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു 2 ചന്ദനത്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ. 2 3 എടുക്കാം. ഇനി നമ്മൾ അതിങ്ങനെ ഇതിനെ തട്ടി കൊടുത്തിട്ട് പൊടിച്ചെടുക്കാൻ പോവാണ്. ഇതിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ആ തിരിയുടെ അതുണ്ടല്ലോ അതിങ്ങ് പോരും, മറ്റേ സ്റ്റിക്ക് മാത്രമായിട്ട് നിൽക്കും. പക്ഷേ ഇങ്ങനെ ആക്കുമ്പോൾ 2 ഉണ്ട് കാര്യം. അതിൽ നിന്ന് വിട്ടു പോരും ചെയ്യും, സ്റ്റിക്കിൽ നിന്ന് വിടും ചെയ്യും, സംഭവം അത്യാവശ്യം നമുക്ക് പൊടിഞ്ഞും കിട്ടും. മറ്റേത് നമ്മൾ അങ്ങനെ സ്പ്ലിറ്റാക്കി എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഈ പൊടിക്കേണ്ട ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ 2ഉം കൂടി ഒരുമിച്ച് അടക്കണമെങ്കിൽ നമുക്ക് അതല്ലേ എളുപ്പം. അപ്പോൾ ആ ചന്ദനത്തിരിയുടെ തിരി വരുന്ന കവറില്ലേ അതിൽ തന്നെ ഇട്ടിട്ടാട്ടോ ഞാൻ പൊടിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഇതേ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടി ഒന്ന് തരി ആക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ നമ്മുടെ ഇത് വെച്ചിട്ട് മറ്റേ ഉള്ളിയൊക്കെ ചതക്കണതോ അങ്ങനത്തെ ഇതൊന്നും ഇട്ടില്ല, നമ്മുടെ ചപ്പാത്തിയുടെ ആ ഇതില്ലേ കോലില്ലേ അതായാലും മതി കേട്ടോ. അത് വെച്ചിട്ട് ഇതാക്കി എടുക്കാം. അപ്പോൾ നല്ല പൊടിഞ്ഞ് സംഭവം കിട്ടും. ഇനി ഇതിൻ്റെ കൂടെ കുറച്ചൊന്ന് 2 സാധനങ്ങളും ചേർത്തിട്ടാണ് നമ്മുടെ ബാക്കിയുള്ള ഓരോരോ ടിപ്പുകൾ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നൈസായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ഒരു കുഞ്ഞു പാത്രത്തിൽ ലേശം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മുടെ കർപ്പൂരയിലെ പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്നത് അത് 2 എണ്ണം ചെറുതെടുക്കുക. അതിനെ നല്ലപോലെ പൊടിച്ച് വെള്ളത്തിലോട്ട് അങ്ങ് ചേർക്കാം. കൈ കൊണ്ട് നല്ല സുഖമായിട്ട് പൊടിക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഈ ചന്ദനത്തിരിയുടെ പൊടിയില്ലേ അതിൽ ഒരു പകുതി ഭാഗമാണ് ഇപ്പോൾ നമ്മൾ എടുക്കുള്ളൂ. ബാക്കി പകുതി മാറ്റി വെച്ചേക്ക്, നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്, അത് അവിടെ ഇരുന്നോട്ടെ. ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 15 മിനിറ്റ് ഇതിനെ മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി 3ഉം കൂടി ഒന്ന് ചേർന്ന് കിട്ടണം. അതിന് വേണ്ടിയാണ് 15 മിനിറ്റ് നമ്മളിതിനെ മാറ്റി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ 15 മിനിറ്റിന് ശേഷം നമ്മളിതിനെ എടുത്തിട്ട് നമുക്കിനി അരിച്ചെടുക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സ്പ്രേയുടെ ബോട്ടിലേക്കാണ് നമ്മളിതാക്കാൻ പോകുന്നത്. അപ്പോൾ അരിച്ചെടുത്തില്ലെങ്കിൽ അതിൻ്റെ ആ കുഞ്ഞു ഇതുകളൊക്കെ ഇല്ലേ, ചന്ദനത്തിരിയുടെ ആയാലും കർപ്പൂരത്തിൻ്റെ ആയാലും ഉണ്ടെങ്കിൽ അത് അതിനകത്തോട്ട് കയറി അടഞ്ഞിരിക്കും. അപ്പോൾ അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് അരിച്ചെടുക്കുന്നത്. ഇനി ഈ അരിച്ചെടുത്ത സ്പ്രേ അതെന്തിനാണെന്നാണല്ലോ ഇനി അടുത്ത ചോദ്യം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ആവാൻ അടിപൊളിയാണ്. ഉറുമ്പ്, കുഞ്ഞീച്ച ഇത്യാദി ശല്യങ്ങൾ അടുക്കളയിലുണ്ടെങ്കിൽ നമ്മുടെ ഈ കിച്ചൻ്റെ അവിടേക്ക് വന്നിരിക്കൂലേ കൗണ്ടർ ടോപ്പിൽ, അവിടെ ഒന്നും വരില്ല കേട്ടോ, ഓടിക്കോളും. ഓട്ടോ ഓടിക്കോളും. അതേപോലെ നമ്മുടെ കബോർഡിൻ്റെ അവിടെയൊക്കെ ക്ലീൻ ആക്കാനായിട്ട് ഇത് ജസ്റ്റ് സ്പ്രേ ചെയ്യുക, തുടച്ചു കൊടുക്കുക, ക്ലീൻ ആവും. ഡൈനിങ് ടേബിള് അടിപൊളിയാണ്, നല്ല സ്മെല്ലും കാര്യങ്ങളായിട്ട് ഈച്ചയും കാര്യങ്ങളൊന്നും വന്നിരിക്കില്ല കേട്ടോ. അതേപോലെ തന്നെ ഇനി നമ്മൾ ഓടിക്കാൻ പോകുന്നത് ഇത് വെച്ചിട്ട് പല്ലീനെയാണ്. അതായത് നമ്മുടെ കർട്ടൻ്റെ അവിടെ അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ആശാമാർ വരാം. അതേമാതിരി എയർ ഹോളിൻ്റെ അവിടെയൊക്കെ ജസ്റ്റ് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അവിടെ എങ്ങും പിന്നെ പല്ലിക്കിരിക്കാൻ പറ്റില്ല, ഇതിൻ്റെ സ്മെല്ല് പറ്റില്ല കേട്ടോ. ഇനി നമ്മൾ ഇത് സ്പ്രേയുടെ ബോട്ടിലേക്ക് ആക്കാണ്ട് തന്നെ നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ കർപ്പൂരം, ഇതും അരിച്ചൊന്നും എടുക്കണ്ട. അങ്ങനെ തന്നെ ഉള്ളതിൽ ഒന്നില്ലെങ്കിൽ കുറച്ച് പഞ്ഞി, ഇനിയിപ്പോൾ പഞ്ഞി ഇല്ലെങ്കിൽ അതിനും വഴിയുണ്ട് ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ കുറച്ച് ന്യൂസ് പേപ്പർ കുഞ്ഞു ഇതേമാതിരി കഷ്ണങ്ങളാക്കി എടുത്തിട്ട് അതിനകത്തോട്ട് മുക്കിയെടുക്കാം. ഈ മുക്കിയെടുത്ത ഈ കുഞ്ഞു നമ്മുടെ പേപ്പറിൻ്റെ ബോളുകളുണ്ടല്ലോ അത് നമുക്ക് ഈ പാറ്റകൾ വരുന്ന മെയിനായിട്ടുള്ള സ്ഥലങ്ങളില്ലേ, നമ്മുടെ സിങ്കിൻ്റെ കബോർഡിൻ്റെ അവിടെ, അതേപോലെ ബാത്റൂമിൻ്റെ ആ ഒരു വെള്ളം പോകുന്ന ഹോളില്ലേ അതിൻ്റെ അവിടെ, വാഷിംഗ് മെഷീൻ്റെ ഭാഗങ്ങൾ എവിടെയൊക്കെയാണോ വരുന്നത് അവിടേക്ക് ഇതങ്ങ് കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ ഇതിൻ്റെ സ്മെല്ല് പറ്റില്ല, പാറ്റ വരില്ല. അപ്പോൾ അവരെ നമുക്ക് ഓടിക്കാം.
നെക്സ്റ്റ് ടിപ്പിലേക്ക് നമുക്ക് പോകാം കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ കുറച്ച് ചന്ദനത്തിരിയുടെ പൊടിച്ചത് ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് വെച്ചിട്ടുള്ള ടിപ്പുകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗളെടുക്കുക. ബൗളില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമോ ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ പേപ്പർ കപ്പില്ലേ അതായാലും മതി, ഒരു പ്രശ്നമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ബാക്കിയിരിക്കുന്ന നമ്മുടെ ചന്ദനത്തിരിയുടെ പൊടിയില്ലേ അതും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അതൊരു സ്പൂണോ കയ്യോ കോലോ എന്തായിക്കോട്ടെ മിക്സായി നമുക്ക് കിട്ടിയാൽ മതി കേട്ടോ. നല്ല സെറ്റാക്കി അങ്ങ് എടുക്കാം. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിൻ്റെ പകുതി ഭാഗം രണ്ടായിട്ട് തിരിക്കാൻ പോകും. ഈ പകുതി ഭാഗം ഈ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ചന്ദനത്തിരി എടുത്ത് വെച്ച് ആ ടിഷ്യൂൻ്റെ പേപ്പറില്ലേ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ നല്ലപോലെ മടക്കി എടുത്തിട്ട് നമ്മുടെ ഷൂവിൻ്റെ ഒക്കെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല. പ്രത്യേകിച്ച് മഴക്കാലത്ത് കേട്ടോ. എപ്പോഴായാലും വെച്ച് കൊടുക്കാം. വിയർപ്പ് കൂടുതലുള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ ആ പാത്രത്തിലിരിക്കുന്നുണ്ടല്ലോ അതിനകത്ത് ഇതേമാതിരി ഒരു കടലാസ് അങ്ങ് വെക്കുക. കടലാസ് വെച്ചിട്ട് അതിനെ നല്ലപോലെ കവർ ചെയ്ത് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് പോവാത്ത രീതിയിൽ സെറ്റാക്കി വെക്കുക. നമ്മളതിനെ മൂടി വെക്കില്ലേ അതേപോലെ അങ്ങ് മൂടി അങ്ങ് വെക്കുക. ഇനി ഒരു ഈർക്കിലയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് എന്താ പറയുക സൂചിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇപ്പം ഞാനൊരു ടൂത്ത് പിക്ക് എടുത്തിട്ടാണ് കുഞ്ഞു ഓട്ടകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള പണിയാണല്ലോ അല്ലേ. ഇങ്ങനെ കുഞ്ഞു ഓട്ടകൾ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ അലമാരിയൊക്കെ ഇല്ലേ നമ്മൾ ഡ്രസ്സൊക്കെ വെക്കുന്നത് അതിനകത്ത് വെച്ചാൽ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളും കിട്ടും. ബാത്റൂമിൽ നല്ലൊരു ഫ്രഷ്നറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കിച്ചണിൽ വെക്കാം. ആ ഒരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നല്ല എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. നല്ല സ്മെല്ലോടുകൂടി ഇരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സംഭവം സൂപ്പറാണ്. ഇനി ചന്ദനത്തിരിയുടെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി ചന്ദനത്തിരി കത്തിക്കഴിഞ്ഞാൽ അത് ചാരമായി അതിങ്ങനെ ഇരിക്കുന്നത് ഇതും നമുക്ക് കളയണ്ട, ഇതും നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെയാണെന്നല്ലേ, ഇത് നമ്മുടെ ഇങ്ങനത്തെ ഈ ചന്ദനത്തിരിയുടെ തന്നെ സ്റ്റാൻഡൊക്കെ ഇല്ലേ അതൊക്കെ ഇത് വെച്ച് നല്ലപോലെ റബ്ബ് ചെയ്തെടുത്തിട്ട് കഴുകിയെടുത്ത് കഴിഞ്ഞാണ്ടല്ലോ നല്ല കുട്ടപ്പനായിട്ടിരിക്കും കേട്ടോ. സംഭവം ഒന്ന് ചെയ്ത് നോക്കിക്കോ. അതിപ്പോൾ സ്റ്റീലിൻ്റെ ആവാം, ഇങ്ങനത്തെ ഓടിൻ്റെ ആവാം, പിച്ചളയുടെ ആവാം, എന്തായിക്കോട്ടെ. ഈ ചാരം വെച്ചിട്ട് നല്ല സൂപ്പറായിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചന്ദനത്തിരിയുടെ ആ ഒരു തരി ചാരം പോലും നമ്മൾ വെറുതെ കളയാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. ഇതേ കണ്ടോ നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. നല്ല സെറ്റായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചന്ദനത്തിരി വെച്ചിട്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. നല്ല കുഞ്ഞ് അത്യാവശ്യം ഉപകരിക്കുന്ന കാര്യങ്ങളല്ലേ എല്ലാം. അപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന അത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ബേക്കിംഗ് സോഡ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും, കർപ്പൂരം അതിലുണ്ടാവും. അപ്പോൾ സുഖമാണ്, എല്ലാ ടിപ്പുകളും ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ല കിടക്കാച്ച ടിപ്പുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ശ്രുതി സൈനിങ് ഓഫ്. ബൈ, ടേക്ക് കെയർ.